ഹലോ. ഇന്നേ ഒരു ഓഫ് ഡേ ആയിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഹെയറൊക്കെ കുറച്ച് ഡാമേജ് ആയിട്ടിരിക്കുകയായിരുന്നു. നല്ലപോലെ സ്പ്ലിറ്റ് എൻഡ്സും ഫോം ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ക്വിക്ക് ഹെയർ കട്ട് കൊടുക്കാം. അപ്പോൾ കമോൺ ലെറ്റ്സ് ഡു ഇറ്റ്. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 കാര്യങ്ങളും ചെയ്യണം കേട്ടോ. ആദ്യം ഒരു ഹെയർ കട്ടും പിന്നെ ഒരു ഹെയർ കളറിങ്ങും ആണെന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഹെയർ കട്ട് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ഇതുപോലെ 2 പോണി കിട്ടി, ഫ്രണ്ട് പോണിയും ബാക്ക് പോണിയും. എന്നിട്ട് അതൊരു ഈക്വൽ അളവിന് ഞാൻ മുറിച്ചു കൊടുത്തു. ഇതൊരു സിമ്പിൾ ബട്ടർഫ്ലൈ ഹെയർ കട്ടാണ്. ഇതുപോലെ ഞാൻ ഫ്രണ്ടിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഹെയർ എടുത്ത് പിരിച്ചു, അതും വെട്ടിക്കൊടുത്തു. അപ്പോൾ അതാണെങ്കിൽ ഫ്രിഞ്ചസും കിട്ടും. ദാറ്റ്സ് ഓൾ. അത് എളുപ്പപ്പണിയാണ്. പരിപാടി കഴിഞ്ഞു. അത്യാവശ്യം സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ പോവുകയും ചെയ്തു. ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, ഇതെനിക്ക് ഇളകിയിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. സോ ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ പാരഡൈസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ റൂബി റഷ് എന്ന് പറഞ്ഞ ഷെയ്ഡ് കളറ് വരുത്തിച്ചായിരുന്നേ. സോ അതാണ് ഞാനിപ്പോൾ തലയിൽ തേക്കാൻ പോകുന്നത്. അതിൻ്റെ കളർ രണ്ടും ഡെവലപ്പറോടെ മിക്സ് ചെയ്തു. ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഹെയർ റൂട്ട് ടിപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഹെയർ ലെങ്ത്തിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിയാറായപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്ന് കുമ്മനടിച്ചതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ആഷിനെ വിളിച്ചിട്ട് ബാക്കി ബാക്കിലും ഹെയറിൻ്റെ മുകളിലൊക്കെ തലേൻ്റെ മുകളിലൊക്കെ ഞാൻ തേപ്പിച്ചു. ഒരു 30 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. സോ അത് കഴിഞ്ഞ് ഞാനൊരു സൾഫീർ ഫ്രീ ഷാമ്പു യൂസ് ചെയ്തുകൊണ്ട് ഹെയർ വാഷ് ചെയ്തു. മാത്രമല്ല എൻ്റെ കൂടെ ഒരു കണ്ടീഷണർ കിട്ടിയായിരുന്നു. ഞാൻ ആ കണ്ടീഷണർ വെച്ചിട്ടാണ് ഹെയർ വാഷ് ചെയ്തത്. നല്ല ഗ്ലോസി എഫക്റ്റ് കിട്ടിയായിരുന്നു. എനിക്ക് ഹെയർ കട്ടും ഇഷ്ടപ്പെട്ടു, ഹെയർ കളറും ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് ഹാപ്പി ആയിരുന്നു. ഓൾസോ എൻ്റെ കളർ കണ്ടില്ലേ, നന്നായിട്ട് വന്നു. ഞാൻ ചിലപ്പോൾ ഒന്നുകൂടെ ചെയ്തേക്കാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.